ആദ്യം തന്നെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഫൈൻ ലഭിച്ച ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴ ലഭിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മുരളീധരന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് മലപ്പുറം പോലീസ് 500 രൂപ പിഴ ചുമത്തിയത്. ഇതെന്താ സംഭവം കണ്ടു നോക്കാം. ഇന്ത്യൻ വാഹന നിയമം അനുസരിച്ച് ഇരുചക്ര വാഹനം ഓടിക്കാനാണ് ഹെൽമറ്റ് വേണ്ടത്. എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ കണിശക്കാരായ മലപ്പുറം പോലീസ് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിക്കാനും ഹെൽമറ്റ് വേണമെന്നാണ്. മുരളീധരൻ ഓട്ടോറിക്ഷയുടെ ക്ഷേമനിധി അടയ്ക്കാൻ ഓൺലൈൻ വഴി ശ്രമിച്ചപ്പോഴാണ് പിഴ കുടിശ്ശികയുണ്ടെന്ന വിവരം ലഭിച്ചത്. നോക്കിയപ്പോൾ മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 2023 നവംബർ 9 ചുമത്തപ്പെട്ട പിഴയാണിത്. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചെന്നാണ് ഓട്ടോറിക്ഷയ്ക്ക് നേരെയുള്ള കുറ്റാരോപണം. വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ നമ്പർ കുറിച്ചെടുത്തതിലെ പിഴവാകാം പ്രശ്നത്തിന് കാരണമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഇതേ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും ബൈക്ക് ഓടിച്ചു പോയിട്ടുമുണ്ടാകാം. ഡൗൺലോഡ് ചെയ്ത നോട്ടീസുമായി ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റിനെ സമീപിച്ചപ്പോൾ മലപ്പുറം പോലീസിനെ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ 500 രൂപയുടെ പിഴയെടുക്കാൻ അതിൽ കൂടുതൽ പണം ചെലവഴിക്കണമെന്നർത്ഥം. പേയ്മെന്റ് അടയ്ക്കാൻ പോയപ്പോൾ എനിക്കൊരു ഫൈൻ ഉണ്ട് പറഞ്ഞു. ആ ഫൈനിൻ്റെ കോപ്പി എടുത്തു നോക്കിയപ്പോൾ അത് ബൈക്കിന് വന്ന ഫൈനാണ്, ഹെൽമെറ്റ് ഇട്ടില്ല എന്നും പറഞ്ഞിട്ട്. മലപ്പുറത്താണ് ചെയ്തിരിക്കുന്നത്. അത് കുറേ കള്ളവണ്ടി ഓടുണ്ടാവും, അതാണ് ഇതിൽ മനസ്സിലാക്കണത്. കാരണം നിരപരാധികളാണ് ഇതിൽ കൊടുക്കുന്നത്. എനിക്ക് 500 രൂപ ഫൈനാണ് വന്നിരിക്കുന്നത്. പോലീസിന്റെ കൈപ്പിഴയിലൂടെ ചുമത്തപ്പെട്ട പിഴ ഒഴിവാക്കി തരുമെന്ന പ്രതീക്ഷയിലാണ് മുരളീധരൻ. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്തെ ഓട്ടോ ഡ്രൈവറാണ് മുരളീധരൻ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS നമുക്കൊപ്പം ചേർന്നുണ്ട്. ഗോകുൽ, ഇതൊന്നുകിൽ ഇങ്ങനെ നമ്പർ എഴുതിയെടുത്തപ്പോൾ പറ്റിയൊരു പിഴവായിരിക്കാം, അല്ലെങ്കിൽ ഈ നമ്പർ ഉപയോഗിച്ച് വേറെ ആരെങ്കിലും അനധികൃതമായി വണ്ടി ഓടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിലൊരു സംഭവം പിഴ അടയ്ക്കാൻ വേണ്ടി ഇനി ഒറ്റപ്പാലത്തുനിന്ന് മലപ്പുറം പോവുകയാണെങ്കിൽ ഇതിലും വലിയ ചെലവാണ്. എന്താ അല്ലേ ഒരു അവസ്ഥ? ഈ ഒറ്റപ്പാലത്താണ് മുരളീധരൻ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ സാധാരണ ക്ഷേമനിധി പുതുക്കാൻ വേണ്ടി, ഓട്ടോയുടെ ക്ഷേമനിധി പുതുക്കാനാണ് അക്ഷയ സെന്ററിൽ എത്തിയപ്പോഴാണ് 500 രൂപ അതിലൊരു പെറ്റി കിടക്കുന്നത്. അപ്പോൾ സാധാരണ 500 രൂപ പെറ്റി കിടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഓഫൻസ് വാഹനം ചെയ്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഹെൽമറ്റ് വെച്ചിട്ടില്ല. അപ്പോഴാണ് മുരളീധരൻ ശരിക്കും ഞെട്ടിപ്പോയത്. അതായത് താനൂർ പോലീസാണ് ഇത്തരത്തിൽ മുരളീധരനെ ഓട്ടോയ്ക്ക് ഹെൽമറ്റ് ധരിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പെറ്റി വന്നുള്ളത്. അപ്പോൾ സ്വാഭാവികം നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോയ്ക്കൊന്നും പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണ്ടല്ലോ. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നറിയാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഒറ്റപ്പാലം പോലീസ് പറയുന്ന താനൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഏതായാലും ഈ 500 രൂപയുടെ ഒരു ചെറിയ പ്രശ്നം, അതായത് ഈ ഹെൽമെറ്റ് വയ്ക്കാത്ത ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇനി അത് ചെലവാക്കി താനൂർ വരെ സഞ്ചരിച്ച് ഇതൊക്കെ ചെലവാക്കണം. അപ്പോൾ അതിന് വലിയൊരു പണച്ചെലവാണ്. അപ്പോൾ മുരളീധരൻ പറയുന്നത് അതിലും ഭേദമായി പെറ്റി അടക്കുക എന്നാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാണേണ്ടത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. കാരണം നമ്മൾ ഇത്തരത്തിൽ ഈ നമ്മുടെ നിയമ സംവിധാനത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തെറ്റ്, ശ്രദ്ധക്കുറവ് എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ 2 സാധ്യതകളാണ് ഇപ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നു. ഒന്നുകിൽ മറ്റൊരു വാഹനം ഇതേ രജിസ്ട്രേഷൻ നമ്പറിൽ പോയിരിക്കാം, ഒരു കള്ള നമ്പർ പ്ലേറ്റിൽ പോയിരിക്കാം, ആ വാഹനമായിരിക്കാം. അല്ലെങ്കിൽ പോലീസ് ഇത് നമ്പർ കുറിച്ചെടുത്തപ്പോൾ ഉണ്ടായ പിശകായിരിക്കാം. ഏതായാലും വീഴ്ച പറ്റിയത് മുരളീധരന്റെ ഭാഗത്തല്ല, പോലീസിന്റെ ഭാഗത്താണ്. അപ്പോൾ അതിന്റെ പരിഹാരം കാണേണ്ടത് പോലീസാണ്. ഈ പാവത്തിന് നിസ്സാരമായ ഒരു ദിവസം ഓടിയ ഓട്ടോയ്ക്ക് കിട്ടുന്നത് 300-400 രൂപയാണ്. അതിൽ 500 രൂപ അതും ഒരു കാരണവുമില്ലാതെ ചെയ്യാത്ത നിയമലംഘനത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ പെറ്റിയടിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. അയാൾക്ക് താനൂര് വരെ പോയി അത് പരിഹരിക്കണമെന്നും പറയുന്നതിലും നീതികേടുണ്ട്. കാരണം ഈ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇത്ര മാത്രം ഒരു നെറ്റ്വർക്ക് സംവിധാനമൊക്കെ ഉള്ള ഒരു കാലത്ത് ഇത് എവിടെ നിന്നും പരിഹരിച്ചു കൊടുക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ ഇയാൾ മുരളീധരനോട് പറഞ്ഞത് താനൂര് വരെ പോയിട്ട് ഇത് പരിഹരിക്കണം, അല്ലെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ്. അപ്പോൾ പക്ഷേ അതൊന്നും ഇല്ലാതെ ഇത് പെട്ടെന്ന് ഇവിടെ തന്നെ ഒറ്റപ്പാലത്ത് തന്നെ പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ അധികം ഉപകാരം മുരളീധരൻ ചെയ്യുന്നുള്ള ഉറപ്പാണ്. കാരണം വളരെ തുച്ഛമായ വരുമാനത്തിന് ഒരു ദിവസം ഓടിയില്ലെങ്കിൽ അന്നത്തെ കൂലി മുഴുവൻ പോകും. 300 രൂപയ്ക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് മുഴുവൻ പോകുന്ന ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ ഗോകുൽ പറഞ്ഞതുപോലെ ഇതിലെ മുരളീധരന്റെ ഒരു തെറ്റുമില്ല, അത് പോലീസിനും വ്യക്തമായി കഴിഞ്ഞതാണ്. പക്ഷേ അവിടെ മലപ്പുറത്ത് പോയി പോലീസിനെ കാണണം എന്നൊക്കെ പറയുന്നത് ശരിയായുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പോലീസിന് സംഭവിച്ച ഒരു വീഴ്ചയാണെങ്കിൽ പോലീസ് തന്നെ അതിനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിച്ച് കൊടുക്കട്ടെ. പാവം ആ മുരളീധരനെ വെറുതെ വിടുക, അല്ലെ 500 രൂപ പിഴ അടയ്ക്കാൻ വേണ്ടി മലപ്പുറത്ത് പോകുന്നതൊക്കെ കഷ്ടം തന്നെയാണ്.